കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ജയിൽ പുള്ളി എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ആ കാർത്തിക്, ഞാനിങ്ങനെ ഇരുന്നപ്പോ ചാരുവിനെ കുറിച്ച് ഓർത്തു, അതുകൊണ്ടാ വിളിച്ചത്. ഈ സമയത്തൊക്കെയാണോ വിളിക്കുന്നത്? രാത്രിയില്? അയ്യോ, അതിന് അധിക സമയമൊന്നും ആയിട്ടില്ലല്ലോ മോളെ. എനിക്കിങ്ങനെ രാത്രിയിൽ വിളിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? അതേപ്പറ്റിയൊന്നും വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചാരു എന്റെ മനസ്സിൽ ചാരുവാ. എന്റെ വീട്ടിൽ ഞാനതെല്ലാം പറഞ്ഞു. ചാരുവിന്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കൂട്ടി അങ്ങോട്ട് വരാം. കാർത്തിക്, ഞാൻ ഒരിക്കലും തന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാന്ന് പറഞ്ഞു. അതിനപ്പുറം ഒരു ബന്ധവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അമ്മ പ്രത്യേകിച്ചു. അങ്ങനെ തറപ്പിച്ച് പറയല്ലേ മോളെ. നടക്കാത്ത കാര്യങ്ങൾ നടക്കില്ല എന്ന് തറപ്പിച്ചല്ലേ പറയേണ്ടത്? എനിക്കിഷ്ടമല്ല കാർത്തികയെ വിവാഹം കഴിക്കാൻ. ആ ദീപയും അവളുടെ അമ്മയും അനിയത്തിക്കായിരിക്കും എന്നെ പറ്റി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്. പിന്നെ സ്വന്തം ആങ്ങളെ അതിന് ശ്രമിച്ചു കാണുമല്ലേ? ആരും ശ്രമിച്ചിട്ടില്ല. ഇത് എന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന രീതിയിലൊക്കെ എന്നെ വിളിക്കാം. അല്ലാതെ എന്നെ വിളിക്കുന്നതും വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ നിനക്കിത്ര ദേഷ്യം? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് നിനക്ക് നിർബന്ധമല്ലേ? അത് കിടക്കാൻ നേരത്തെ കൊണ്ടുവന്നാ പോരായിരുന്നോ? എന്തായാലും ഇന്ന് എനിക്ക് പാല് വേണ്ട. അതെന്താ അങ്ങനെ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, അച്ഛന് കൊണ്ടുപോയി കൊടുക്ക്. നിനക്ക് എന്ത് പറ്റിയടാ മോനെ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയോട് പറയാൻ താല്പര്യമില്ല. അമ്മയുടെ പാട് നോക്കി പോകാൻ നോക്ക്. എന്തു പറ്റി? നീ സ്നേഹിക്കുന്ന പെണ്ണ് നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? നിങ്ങളോട് പോവാനാ പറഞ്ഞത്. മനുഷ്യനിവിടെ സമനില തെറ്റിയിരിക്കുക. ഒരു കാരണവും ഇല്ലാതെ സമനില തെറ്റി നടക്കുന്ന ഒരു അച്ഛനും മോനും കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് അവനും അറിയില്ല, അവന്റെ അച്ഛനും അറിയില്ല. പണമാണ് മനസമാധാനം എന്നാ രണ്ടിന്റെ വിചാരം. അതെ, നിന്റെ അച്ഛൻ ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം പരാജയമായിരിക്കും മോനെ. അതോർത്താ നല്ലത്. എല്ലാവരെയും കൺഫ്യൂഷനിലാക്കിക്കൊണ്ടാ അമ്മയുടെ പോക്ക്. മനസ്സിലെന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. അമ്മയുടെ മനസ്സിൽ എന്തായാലും ശരി, അത് ദീപയ്ക്ക് ദോഷമായിട്ട് വന്നാ അത് അതിനേക്കാൾ ദോഷം ചെയ്യും ഹരിയേട്ടന്റെ അമ്മയ്ക്ക്. അതെ ഹരി, അങ്ങനെയെങ്കിൽ ഞാൻ നേരെ ഭാഗ്യത്തിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് നിന്റെ അമ്മയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ഇത്തവണ അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയത് എന്റെയും ഇവരുടെയും കാരുണ്യം കൊണ്ടാ. നീ പോലും അവസാനം ജയനോട് പറഞ്ഞു, ജയന്റെയും ദീപയുടെയും ജീവിതം വഴിമുട്ടി പോവുകയാണെങ്കിൽ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കണ്ടാന്ന്. എന്നിട്ടും അവസാനം അമ്മയോടുള്ള സ്നേഹം നിമിത്തം നിങ്ങൾ രണ്ടാളും കൂടെ നല്ലൊരു വക്കീലിനെ വെച്ച് രാഗിണിയെ പുറത്തു കൊണ്ടുവന്നു. അവിടെയും ഞാൻ സൈലന്റായി നിന്നത് നിങ്ങൾ രണ്ട് ആൺമക്കളെയും കുറിച്ച് ഓർത്തിട്ടാ. എന്നാ ഇനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ കരയിപ്പിച്ചാൽ ഇനിയുള്ള നാളുകൾ മുഴുവൻ അവരെ ഞാൻ ജയിലിൽ കിടത്തും. അതിലൊരു തെറ്റുമില്ലമ്മേ. എത്ര തവണ ഹരിയേട്ടനോട് പറഞ്ഞതാ അമ്മയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന്. അതിന് സാധിക്കില്ലെന്ന് അറിയില്ലേ പൂജയെ? അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ നിയമം അവരെ ശിക്ഷിക്കട്ടെ. അവർക്ക് നല്ല ബോധമുണ്ട്, മറ്റുള്ളവരെക്കാൾ തലച്ചോറുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാ ഇപ്പൊ ദീപയെ സ്നേഹിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞ അഭിനയവാ. മരുമകളെ കൊല്ലുന്നതിന് മുൻപുള്ള താരാട്ട്. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അമ്മയ്ക്കറിയാം. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല.
അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. എന്റെ തലയടിച്ച് പൊട്ടിച്ചപ്പോ അവർക്ക് അറിഞ്ഞൂടായിരുന്നു ജയിലിൽ കിടക്കണോന്ന്. എത്രയോ തവണ വീട്ടിനകത്ത് വഴക്കുണ്ടായപ്പോ അമ്മ വന്ന് ഭീഷണിപ്പെടുത്തിയതാ, കോടതി കയറേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് കഴിഞ്ഞ് അവരെന്നെ തല്ലാനും കൊല്ലാനും വന്നില്ലേ. ഞാൻ ഇപ്പോഴും പറയുക, ദീപയെ തിരിച്ചു വിളിച്ചപ്പോ ദീപ കൂടെ വന്നത് ശരിയായില്ലെന്ന്. അമ്മ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചപ്പോ ജയം വിളിച്ചു പറയണമായിരുന്നു ദീപയോട്, ഞങ്ങൾ വന്ന് വിളിക്കുമ്പോ വരരുതെന്ന്. അതിപ്പോ ദീപയുടെ അമ്മയ്ക്കും വിടാതിരിക്കായിരുന്നല്ലോ. അവര് വിടില്ലെന്നൊക്കെ പറഞ്ഞു നോക്കിയതാ. പിന്നെ ഇതുവരെ കാണാത്തൊരു അമ്മയാ അന്ന് കണ്ടതെന്നൊക്കെ അവൻ പറഞ്ഞത്. ഒരു കാര്യം നീ ഓർപ്പിച്ചോ ഹരി, അങ്ങനെ രാഗിണി അനുനയത്തിൽ ദീപയെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ അതിനവര് തക്കതായ വിലയിട്ടിരിക്കും. അതെന്താണെന്നേ ഇനി കണ്ടറിയാനുള്ളൂ. അമ്മ പറഞ്ഞത് ശരിയാ ഹരിയേട്ട. ദീപയുടെ വീട്ടിലാണെങ്കിലും ജയനും ദീപയും തമ്മിലുള്ള ബന്ധം തുടരുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടി കുരുതി കൊടുക്കാൻ കൊണ്ടുവന്നതാണോന്ന് പറയാൻ പറ്റില്ല. ഈ മാടിനെയും കോഴിയെ അറക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ഭക്ഷണം കൊടുക്കുമല്ലോ, അതുപോലെ എന്തെങ്കിലും കൊടുക്കുവാണോന്ന് പറയാൻ പറ്റില്ല. അതായത് അറക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന നേർച്ച ആടാണോ ദീപയെന്നാ ഇപ്പൊ എന്റെ സംശയം. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ലാലേട്ടാ, എനിക്കിതൊക്കെ ഒരു സ്വപ്നമായിട്ട് തോന്നുക. അമ്മ എന്തുകൊണ്ടാ ഇങ്ങനെ മാറിയത്? പ്രേമേട്ടനെ വിരട്ടിയതുപോലെ ജഗൻ അമ്മയെ വിരട്ടി കാണൂ. ജഗനെന്നല്ല, ദൈവം വിരട്ടിയാലും വിരളുന്ന കൂട്ടത്തിലല്ല അമ്മ. അതുകൊണ്ടാ നമ്മൾ സംശയിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ അമ്മ തരുന്നത് വിഷം പുരട്ടിയ സ്നേഹമാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനിയിപ്പൊ അമ്മ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. കിടന്നായിരുന്നോ? ഇല്ല. നമുക്കേ ഇവളുടെ വീട് വരെ ഒന്ന് പോണം. എന്തിനാണമ്മേ? വെറുതെ ഒന്ന് പോണം. പിന്നെ ദീപയുടെ അച്ഛൻ പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കുകയാണെന്നറിയാം. എന്നാ ആങ്ങളെ അങ്ങനെയൊന്നും അല്ലല്ലോ. അയാള് ഡോക്ടറായിട്ട് വന്നിരിക്കല്ലേ. എന്നിട്ട് അയാൾ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? അതിപ്പോ ദീപ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ദിലീപ് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? ഞാനിവളെ തിരികെ വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ കുടുംബാംഗങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ അടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കും ഒക്കെ ആവശ്യമാണ്. ദിലീപ് മാത്രമല്ല, ഇവളുടെ അമ്മയും അനിയത്തിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. അതുപോലെ തന്നെ തിരിച്ചും. ഇവളെയും കൊണ്ട് നിനക്ക് ഇവളുടെ വീട്ടിലേക്ക് പോവാൻ ഞാനൊരു തടസ്സമല്ല. എപ്പോ വേണമെങ്കിലും അമ്മയാങ്ങളെയൊക്കെ എവക്ക് പോയി കാണാം. അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തെന്താ ഒരു സംശയം പോലെ? എന്റെ അമ്മ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നാ കൂടുതൽ ആലോചിക്കണ്ട. നിന്റെ അമ്മ തന്നെയാ ഇപ്പൊ ഓരോന്ന് പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ. പിന്നെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് വരാത്തത് ഒരു പരാതി പോലെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അയാൾക്ക് ബൈക്ക് എടുത്തോണ്ടൊന്ന് പറക്കുവാണെങ്കിൽ ഇവിടെ വന്ന് നിന്നെ കണ്ടിട്ടൊന്ന് പോവാവുന്നതല്ലേ ഉള്ളൂ. സാധാരണ പെങ്ങന്മാരെ കല്യാണം കഴിച്ചയച്ച ആങ്ങളമാര് ഇടയ്ക്കൊക്കെ വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കും. നിർഭാഗ്യവശാ ദിലീപ് ഇതുവരെ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയിട്ടില്ല. ഒരു ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊക്കെ അഭിമാനമാണേ. അതുകൊണ്ട് മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാൻ പറ കേട്ടോ.
ഞാൻ പറഞ്ഞില്ലയോ, ഞങ്ങൾ 2 ആൺമക്കളിൽ ഒരാളെ ഡോക്ടറാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, അമ്മയ്ക്ക് ഡോക്ടർമാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാ ഇക്ബാൽ ഡോക്ടർ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായതുപോലും. പിന്നെ നമ്മൾ വിവാഹം നടത്തിയതുകൊണ്ടാ ഇപ്പൊ അകറ്റി നിർത്തിയിരിക്കുന്നത്. ദില്ലിയേട്ടനോട് പറഞ്ഞ ഇങ്ങോട്ട് വരുമെന്ന് അറിയില്ല. തന്നെ അമ്മ നേരിട്ട് വന്ന ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് താനൊന്ന് നിർബന്ധിച്ച് പറയണം ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോവാൻ. തന്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞാൽ മതി. നാളെ തന്നെ ദിലീപ് വരികയാണെങ്കിൽ അമ്മയ്ക്ക് തന്നോടുള്ള മതിപ്പ് കൂടും. അതുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കണം. ശരി ലാലേട്ട. ഇനി അമ്മയുടെ മാറ്റം ശരിക്കുള്ള മാറ്റമാണോ? ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റാത്ത രണ്ടും കെട്ട അവസ്ഥയായിപ്പോയി. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ ഇപ്പോ നല്ല തിരക്കാ. പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയമല്ലേ. ഞാൻ വിളിക്കാം. മോൻ ആരെയാ വിളിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിനെയാ. പഠിത്തം കഴിഞ്ഞിട്ട് വന്നതല്ലേ. 4-5 വർഷം ഒരു കുടുംബം പോലെ ഫ്രണ്ട്സുമായിട്ട് കഴിഞ്ഞതല്ലേ. അവര് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇനി എല്ലാവരുമായിട്ടൊന്ന് ഒത്തുകൂടണം. അവരേക്ക് ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തിനാ? ഈ വീട് കാണിക്കാനാ. എല്ലാരും നല്ല സെറ്റപ്പിലാ ജീവിക്കുന്നത്. എന്നാ പിന്നെ വിളിക്കണ്ട. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്താ? ദീപമോൾ ഇവിടെ വന്ന് നിൽക്കുന്നതായിരുന്നല്ലോ മോന്റെ പരാതി അത്രയും. അതിന്റെ പേരിൽ ദീപയേക്കാൾ കൂടുതൽ ജയലാലിന്റെ മോൻ കുറ്റപ്പെടുത്തിയതാ. ഇപ്പോ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജയലാലിന്റെ അമ്മ വന്ന് മോളെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് നീ അവിടെ ഒന്ന് പോയോ മോനെ? കല്യാണം കഴിഞ്ഞ ശേഷം നീ എപ്പോഴെങ്കിലും ആ വീട്ടിലൊന്ന് കയറി ചെന്നിട്ടുണ്ടോ? ഞാനെന്തിനാ അങ്ങോട്ട് കയറി ചെല്ലുന്നത്? അവരുടെ വായിലിരിക്കുന്ന കേൾക്കാനോ? അയ്യോ, ജയലാലിന്റെ അമ്മയ്ക്ക് ഈ ഡോക്ടർമാരെന്ന് വെച്ച ജീവനാ. വക്കീലന്മാരെയാ കണ്ണെടുത്ത് കണ്ടുകൂടാത്തത്. അതെന്റെ അച്ഛൻ വക്കീലായതുകൊണ്ട് അമ്മ മനഃപൂർവ്വം പറയുന്നതല്ലേ? ഒരിക്കലുമല്ല. മൂത്ത മരുമോളുടെ അമ്മ അവരെ ജയിലിൽ കയറ്റിയത് പിന്നെ അവർക്ക് വക്കീലന്മാരോടൊക്കെ വെറുപ്പാ. ഇപ്പോ ഞാനങ്ങോട്ട് പോണമെന്നാണ് അമ്മ പറയുന്നത്. മോൻ അങ്ങോട്ടൊന്നും ചെല്ലാത്തതിന്റെ പേരില് ജയലാലിന്റെ അമ്മ ദീപയെ കുറ്റപ്പെടുത്തിയെന്നാ പറഞ്ഞത്. മോന് അങ്ങോട്ടൊന്ന് പൊയ്ക്കൂടെ? ഇനി അതിന്റെ പേരിൽ ദീപയ്ക്കൊരു പഴി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ശരി ശരി, നാളെ രാവിലെ തന്നെ ഞാൻ പൊയ്ക്കോളാം. അവളിനി ഇവിടെ വന്ന് നിൽക്കാതിരുന്നാ മതി. 1-2 ദിവസം വന്ന് നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് വന്ന് നിന്നാലേ കുറെ കഴിയുമ്പോ എന്നെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് അമ്മ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ മോനെ, എന്റെ മകള് എന്റെ അടുത്ത് നിൽക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ മോള് ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഏതൊരമ്മയ്ക്കും കുറച്ചൊക്കെ വേദന തോന്നും. എന്നാൽ ഇവിടെ ദീപ വന്ന് നിന്നത് ജയലാലുമായി പിണങ്ങിയിട്ടല്ല, ജയലാലിന്റെ അമ്മയെ പേടിച്ചിട്ടാ. അതറിയാവുന്ന ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? മോൾക്ക് കാരണമില്ലാതെ തല്ല് കിട്ടിയിട്ട് പോലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത് ജയലാലിനെ കരുതി മാത്രം. എന്റെ പെൺമക്കളെ വിവാഹം കഴിക്കുന്നവര് മോന്റെ അച്ഛനെ പോലെ ആവരുതെന്ന ആഗ്രഹം, പ്രാർത്ഥന. ശരി, ഇതിന്റെ പേരിൽ അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ നാളെ തന്നെ പൊയ്ക്കോളാം. അമ്മ വരുന്നുണ്ടോ എനിക്കിപ്പം? ഇല്ല മോനെ, നീ ചെല്ലാത്തതിൽ അവർക്ക് പരിഭവം. അതുകൊണ്ട് രാവിലെ അവിടെ ചെന്ന് ആ പരാതി തീർത്തിട്ടിങ്ങ് പോരെ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒഴിഞ്ഞ് സംസാരിച്ചാലും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. അവളെ ഏതായാലും അവർ വിളിച്ചോണ്ട് പോയല്ലോ. അതുകൊണ്ട് ഇനി എന്റെ മുഖത്ത് നോക്കി അവര് മോശമായിട്ട് സംസാരിച്ചാലും ഞാൻ പ്രതികരിക്കില്ല. 40-40 കിലോമീറ്റർ യാത്രയില്ലേ? നീ പോയി കിടന്നുറങ്ങ്. ഞാൻ രാവിലെ വിളിക്കാം. ആഹാ, കൊള്ളാലോ. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടതല്ലേ ഞാൻ.
എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുവാണോ? എഴുന്നേക്ക് മോളെ അങ്ങോട്ട്. ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ അമ്മ. മതി ഉറങ്ങിയത്. ദേ ഒരാള് രാവിലെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ, ഡോക്ടർ. വരാന്ന് പറഞ്ഞോ? ആ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നത്തെയും പോലെ കിടന്ന് ഉറങ്ങിയാ മതിയോ? കുളിയൊക്കെ കഴിഞ്ഞ് പെണ്ണ് കാണാൻ വരുന്ന പയ്യന്റെ മുമ്പില് ഒരുങ്ങി നിക്കണ്ടേ? വരുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? വരുമെന്ന് അവളുടെ അമ്മ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ദാ പിന്നെ ഞാനിപ്പോ സ്നേഹിക്കുന്നുണ്ട് സന്തോഷിച്ച് വശം കെട്ട് നടക്കുക ഒരുത്തി. അതുകൊണ്ട് അവള് ഞാൻ പറയുന്ന എന്തും കേട്ടോളും. ഇന്നലെ തന്നെ പയ്യൻ വന്നില്ലാന്നും പറഞ്ഞ് വിമർശിച്ചപ്പോ അവൾ ഉടൻ തന്നെ വിളിച്ച് അവളുടെ അമ്മയോട് കാര്യം പറയുകയും ഇന്ന് പയ്യൻ വരികയും ചെയ്യുന്നത് കണ്ടോ? ആ ഇനിയിപ്പൊ കല്യാണമൊക്കെ എടുപിടിയെന്നങ്ങ് നടക്കും. ശരിക്കും പറഞ്ഞാ ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു പെണ്ണ് കാണൽ ചടങ്ങാ. പക്ഷെ അത് നമ്മൾ ആരോടും പറയുന്നില്ല എന്ന് മാത്രം. അപ്പൊ പറയണ്ടേ? പറയണം. അതിന് തക്ക ഒരു സാഹചര്യം ഒത്തുവരട്ടെ, അപ്പ പറയാം. പിന്നെ ഒരു ഡോക്ടറുടെ ഭാര്യയൊക്കെ ആവുമ്പോ ഇങ്ങനെ 8-8:30 വരെയൊന്നും കിടന്ന് ഉറങ്ങരുത് കേട്ടോ. രാവിലെ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കണം. ഓ അതാ പ്രയാസം. രാത്രി വൈകി കിടക്കുന്നുണ്ടല്ലേ താമസിച്ച് എഴുന്നേക്കുന്നേ. ദേ ഒരു ഡോക്ടർ ആവുമ്പോ പല ചിട്ടകളും കാണും. അതൊക്കെ മനസ്സിലാക്കി വേണം മോളിനി ജീവിക്കാൻ. ആ പിന്നെ എന്റെ മറ്റു മരുമക്കളോട് കാണിച്ച അമിത സ്വാതന്ത്ര്യമൊന്നും ഞാനൊരു ഡോക്ടറോട് കാണിക്കില്ല കേട്ടോ. കാരണം ഈ വിവാഹം നടക്കുവാണെങ്കിൽ എന്റെ സ്വപ്നം അസഫലമാവാൻ പോന്നെ. അമ്മയുടെ ഇത്രയും നാളത്തെ ആഗ്രഹം. അതുകൊണ്ട് ഡോക്ടർ മരുമോന് മുന്നില് അമ്മ കുറച്ചൊതുങ്ങിയൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അമ്മയ്ക്കൊരു അവശത വന്നാ നോക്കേണ്ട ആളല്ലേ. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ തലേക്കറി ഇരുന്ന് നിരങ്ങുന്നത്? ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മേ. ദിലീപേട്ടൻ എന്നെ വിവാഹം കഴിച്ചാ ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. ആ അങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം അധികം മുന്നോട്ട് പോവില്ല. ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. ഏത് അർദ്ധരാത്രി വിളിച്ചാലും പോകേണ്ടി വരും. അതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ. എന്ന് വെച്ചാ നമ്മുടെ പിടിവാശിയും ദേഷ്യമൊക്കെ ഇത്തിരി നിയന്ത്രിക്കണമെന്നർത്ഥം. അതൊക്കെ ഞാൻ ഏറ്റു. അമ്മ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തി തന്നാ മതി. ആ അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. മറ്റവനുമായിട്ട് ഇനി സംസാരിക്കാനോ സൗഹൃദം കൂടാനോ ഒന്നും പാടില്ല. ആരുമായിട്ട്? ആ കാർത്തി എന്ന് പറയുന്നവനുമായിട്ട്. അവനൊക്കെ കല്യാണം മുടക്കിയുള്ള മുഖതറിയാലോ. ദീപയോടുള്ള ദേഷ്യം കാരണം അവനോട് കുറച്ച് കൂട്ടുകൂടിയെന്നല്ലാതെ അതിനപ്പുറം ഒരു ബന്ധവും എനിക്ക് അവനോടില്ല അമ്മേ. പക്ഷെ അത് അവനറിയില്ലല്ലോ. അവനിപ്പോഴും മോളുടെ പിന്നാലെ നടക്കുകയല്ലേ. അത് ദോഷം ചെയ്യുമെന്ന അമ്മ പറഞ്ഞത്. ഒന്നാമതേ ഗുണ്ടായുസും കാശും ഒക്കെ ഒരുപാടുള്ള കൂട്ടത്തിലാ. അത്തരക്കാരെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റമ്മേ. ഇനി അവൻ വിളിക്കുവാണെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞോളാം. ശരി, എന്നാ പിന്നെ മോള് കുളിച്ചൊരുങ്ങി നിക്ക്. പയ്യൻ ഉടനെ വരും. ഇത്ര രാവിലെ തന്നെ വരുമോ അമ്മേ? ആ വരുമെന്ന ദീപ പറഞ്ഞത്. പിന്നെ ഡോക്ടർ അല്ലേ, അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവുന്ന കൂട്ടത്തിലാ അവരൊക്കെ. ആ ഞാനും എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ഒരേ ഒരു ആംഗ്ലയായ നിലയ്ക്ക് ദിലീപ് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. അതുകൊണ്ടാ അമ്മ കാണണമെന്ന് പറഞ്ഞത്. അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഏട്ടന് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരായിരുന്നല്ലോ. അതെങ്ങനെ വരും? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയില്ലേ. മറുവീട് കാണാൻ വന്ന ദിവസം പോലും ഏട്ടൻ വന്നില്ല. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞാൻ പോയി. പിന്നെ ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയി. എന്നിട്ടും വന്നില്ലല്ലോ. അല്ല, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എന്താണെന്ന് അറിയാതെ ഇങ്ങോട്ട് വരാൻ ഒരു ഭയമായിരുന്നു. ഇനി ഇവിടേക്ക് വരുമ്പോ അളിയന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലോ? അങ്ങനെ കുറ്റപ്പെടുത്താൻ കാരണം ഒരുപാടുണ്ടല്ലോ. ഒരു കുറ്റപ്പെടുത്തൽ നടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് അമ്മ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ വന്ന ശേഷവും ഇപ്പൊ നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക്. ഇയാളോട് അടുക്കളയിൽ കയറാൻ പോലും പറയുന്നില്ല. അതൊക്കെ വലിയ കാര്യമല്ലേ?
കൊടുക്കുമോളെ. ഇങ്ങോട്ട് ഇരിക്കുമോളെ, വാ. കുടിക്കുമോനെ. ആ. ബേക്കറി പലഹാരം ഒന്നും വേണ്ടാന്ന് ഞാനാ ഗംഗയോട് പറഞ്ഞത്. അതുകൊണ്ട് ഗംഗ ഉണ്ടാക്കിയ പലഹാരം തന്നെയാ. അതെ, ഇവിടെ ബേക്കറി പലഹാരങ്ങളൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. പിന്നെ പിള്ളേര് പുറത്തേക്കൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാലായി. എന്നാലും അത് എനിക്കും രാഗത്തിനൊന്നും വയറിന് പിടിക്കില്ല മോനെ. ദീപേ, നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ ദേ ഈ ദിലീപ് മോനും ഒരു കാരണക്കാരനാ.